നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗോവിന്ദച്ചാമി കൊലപ്പെടുത്തിയ പെൺകുട്ടിയുടെ വീടും സ്ഥലവും വിൽക്കുന്നു. യുവതിയുടെ അമ്മ ഒരു യൂട്യൂബ് ചാനലിനോടാണ് ഇക്കാര്യം പറഞ്ഞത്. സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടെന്നും അതിനാലാണ് വീട് വിൽക്കാൻ തീരുമാനിച്ചതെന്നും അവർ വ്യക്തമാക്കി. യുവതിയുടെ സഹോദരൻ കുറച്ചു നാളുകൾക്ക് മുമ്പ് ജീവൻ ഒടുക്കിയിരുന്നു. മോൻ മരണപ്പെട്ടിട്ട് 10 മാസമായി. അവൻ എന്താണ് അങ്ങനെ ചെയ്യാൻ കാരണമെന്ന് ചോദിച്ചാൽ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ മദ്യം കൊണ്ട് ഓരോരുത്തരുടെയും ജീവിതം പാഴായി പോവുകയാണ്. അവനെ രക്ഷപ്പെടുത്താൻ കുറേ ശ്രമിച്ചു, നടന്നില്ല. മകൻ അങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. ഞങ്ങൾക്കൊരു സഹായവുമായി ആരുമില്ല, ഒറ്റപ്പെട്ട പോലെയാണ്. ഒരാളാണ് സഹായിച്ചത്. ആളുടെ പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ല. എന്നെ നോക്കാൻ വേണ്ടിയാണ് അവന് ജോലി കൊടുത്തത്. അതിങ്ങനെയൊക്കെയായി. ഈ വീട് കൊടുക്കാനായി കുറേയായി നടക്കുന്നു. അത് ഇതുവരെ വിൽക്കാനായിട്ടില്ല. 5 സെന്റ് സ്ഥലവും വീടുമാണ് കൊടുക്കാനുള്ളത്. വാർപ്പ് വീടാണ്. 2 കിടപ്പുമുറിയും സിറ്റൗട്ട്, ഹാൾ, അടുക്കള, 2 ബാത്റൂമുമാണുള്ളത്. കൊടുക്കാൻ കുറേയായി ശ്രമിക്കുന്നു. എങ്ങനെയെങ്കിലും ഇത് കൊടുക്കണം. മരുമകൾക്ക് ജോലിക്കായി എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ പെൻഷനും കാര്യങ്ങളൊക്കെ ശരിയായി കിട്ടിയാലേ ഞങ്ങൾക്ക് എന്തെങ്കിലും കാര്യമുള്ളൂ. അവൾക്ക് ജോലി ഒറ്റപ്പാലത്ത് തന്നെ കിട്ടിക്കഴിഞ്ഞാൽ താമസം അങ്ങോട്ടേക്കാക്കണം. കുട്ടിയെയും അവിടെയാണ് ചേർത്തിരിക്കുന്നത്. അവൾക്കും കുട്ടിക്കുമൊക്കെ പോയി വരാനുള്ള സൗകര്യത്തിനാണ്. ഈ വീട് കൊടുത്താലേ അത് നടക്കൂ. അല്ലാതെ വീട് വാങ്ങാൻ വേറെ മാർഗമൊന്നുമില്ല. അവൾക്ക് ജോലി കിട്ടി ഒരു വഴിയിലാകാൻ സമയം കുറേ ആകുമെന്നാണ് യുവതിയുടെ അമ്മ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും വളരെ കഷ്ടപ്പാടാണ് ഈ ഒരു വീടും സ്ഥലവും ഒക്കെ വിൽക്കാൻ. അതിനു വേണ്ടിയിട്ടാണ് നീക്കം നടത്തുന്നത് എന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ എല്ലാ അമ്മമാരെയും ഒരുപോലെ വേദനിപ്പിച്ച ഒരു വാർത്ത തന്നെയായിരുന്നു. അമ്മമാരെ മാത്രമല്ല എല്ലാവരെയും. 23 വയസ്സുകാരിയായിട്ടുള്ള പെൺകുട്ടിയെ അതിക്രൂരമായി ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന കൊടും ക്രിമിനൽ കൊലപ്പെടുത്തിയ വാർത്ത. ഈ ഒരു ഗോവിന്ദച്ചാമി ജയിൽ ചാടിയതിന് പിന്നാലെ തന്നെ അമ്മ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോഴൊക്കെ തന്നെ പറഞ്ഞിരുന്നത് അവനെ കൊല്ലണം, നാട്ടുകാർക്ക് അവനെ കയ്യേറി അവനെ കൊല്ലാമായിരുന്നില്ലേ എന്നാണ് പറയുന്നത്. അതായത് ഇത്രയും വർഷങ്ങളായിട്ടും അമ്മ ഉറപ്പാണ് ഒരിക്കൽ പോലും വളരെ മനസ്സമാധാനത്തോടു കൂടി ഉറങ്ങിക്കാണില്ല. എപ്പോഴും ആ മകളുടെ മുഖം തന്നെയായിരിക്കും. അത് അമ്മമാർ മകളെ പ്രസവിച്ച അല്ലെങ്കിൽ മക്കളുള്ള അമ്മമാരുടെ എല്ലാം തന്നെ ദുഃഖം അത് തന്നെയായിരിക്കും. നമുക്ക് പോലും ആ പെൺകുട്ടി അനുഭവിച്ച വേദനകൾ കേൾക്കുമ്പോഴൊക്കെ തന്നെ ഒരു തുള്ളി കണ്ണീരെങ്കിലും വരാതെ ഇരിക്കില്ല. അത്രയേറെ കൊടും ക്രൂരതയാണ് കൊല്ലപ്പെടുന്നതിന് മുൻപ് ആ പെൺകുട്ടിയോട് ഈ ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന കൊടും ക്രിമിനൽ ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇത്രയേറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ വീട്ടിൽ തന്നെയാണ് അമ്മ തുടരുന്നത്. അതിനിടയിലാണ് മകൻ്റെ മരണവും സംഭവിക്കുന്നത്. ഇപ്പോൾ തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. അതിനിടയിൽ ഉണ്ടാകുന്ന മാനസിക വിഷമങ്ങളൊക്കെ തന്നെ പറയാവുന്നത്, നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതിനിടയിലാണ് ആ വീടും സ്ഥലവും ഒക്കെ തന്നെ വിൽക്കാനായിട്ടും ഈ അമ്മ തീരുമാനിക്കുന്നത്. അതേസമയം അസാമാന്യമായ ശാരീരിക കരുത്തുള്ള വ്യക്തിയാണ് കൊടും ക്രിമിനലായ ഗോവിന്ദച്ചാമി. ഒറ്റക്കൈ മാത്രമാണ് ഉള്ളതെങ്കിലും ജയിലിലെ പടുകൂറ്റം മതിലിൽ പുഷ്പം പോലെ മറികടക്കാനായത് അതുകൊണ്ടായിരിക്കാം എന്നാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം പ്രൊഫസറും പോലീസ് സർജനുമായ ഡോക്ടർ ഹിതേഷ് ശങ്കർ പറയുന്നത്. പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഗോവിന്ദച്ചാമിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം മേധാവിയായിരുന്ന ഹിതേഷ് ശങ്കർ അന്ന് ആ കൊടും ക്രിമിനലിനെ പരിശോധിച്ച് കേസിൽ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചതും അദ്ദേഹത്തിന്റെ മൊഴികളും കണ്ടെത്തലുകളുമായിരുന്നു. വൈകല്യമുണ്ടെങ്കിലും സാധാരണ വ്യക്തികൾക്ക് ഉള്ളതിനേക്കാൾ ശക്തി ഗോവിന്ദച്ചാമിയുടെ കൈകൾക്കുണ്ടെന്നാണ് ഡോക്ടർമാരടക്കം പറയുന്നത്. ഈ ഒരു വാർത്ത വന്നപ്പോഴും ഇത്രയും വലിയൊരു മതിലെടുത്ത് ചാടി ഗോവിന്ദച്ചാമി എന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കുന്നതാണ് എങ്ങനെ ഇയാൾക്ക് ഈ ഒറ്റക്കൈ വെച്ച് അതിന് സാധിച്ചു എന്നുള്ളത്. ആ ജയിലിനുള്ളിലെ എല്ലാ ട്രെയിനിങ്ങും ലഭിച്ചിട്ടുള്ള പോലീസുകാർക്ക് പോലും അത്തരത്തിൽ വലിയൊരു മതിലെടുത്ത് ചാടാൻ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അവിടെയാണ് ഈ കൊടും ക്രിമിനലിന്റെ ശക്തി, അല്ലെങ്കിൽ ഈ കൊടും ക്രിമിനലിനെ മറ്റാരും വിചാരിക്കുന്നതിനേക്കാൾ കരുത്തുണ്ട് എന്നുള്ളത് ഒരു സർജനടക്കം പറഞ്ഞു വരുന്നത്. കുറ്റൻ മതിലിൽ തുണി കൊണ്ടുണ്ടാക്കിയ വടത്തിൽ തൂങ്ങിക്കയറാൻ കഴിഞ്ഞതും ഇതുകൊണ്ടായിരിക്കാം എന്നും അദ്ദേഹം പറയുന്നുണ്ട്. സാധാരണ വ്യക്തികൾ ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായി തന്നെ വൈകല്യമുള്ള കൈയുടെ സപ്പോർട്ടോടെ വലത് കൈകൊണ്ട് ഇയാൾക്ക് പലതും ചെയ്യാൻ കഴിയും. അന്നത്തെ പരിശോധനയിൽ വൈകല്യമുള്ള ഇടത് കൈയുടെ മസിലുകൾക്ക് നല്ല ശക്തിയുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. കൈപ്പത്തിയില്ല എന്നത് മാത്രമാണ് ആകെയുണ്ടായിരുന്ന പ്രശ്നം. ആ കൈ ഉപയോഗിച്ചാണ് ട്രെയിനിൽ നിന്ന് വീണ പെൺകുട്ടിയെ എടുത്ത് സമീപത്തെ കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചത്. ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനുകളിൽ പിടിച്ച് തൂങ്ങിക്കയറാനും ചാടിക്കയറാനും ഗോവിന്ദച്ചാമിക്ക് കഴിവുണ്ടായിരുന്നു. ആ കഴിവായിരിക്കാം തുണിവടത്തിൽ തൂങ്ങി മതിലിന് മുകളിലെത്താൻ അയാളെ സഹായിച്ചതും. ആ കിണറ്റിൽ തൂങ്ങിക്കിടക്കുന്ന ദൃശ്യങ്ങൾ കണ്ടാലും അറിയാം വളരെ കരുത്തനായിട്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കയറി തൂങ്ങിക്കിടക്കുമ്പോഴൊന്നും തന്നെ തൻ്റെ ശരീരത്തിനൊന്നും സംഭവിക്കില്ല, അത്രയേറെ കരുത്തനായിട്ടാണ് അയാൾ അവിടെ തൂങ്ങിക്കിടക്കുന്നത് കണ്ടത്.
ട്രെയിനുകളിൽ ഇങ്ങനെ തൂങ്ങിക്കയറിയതും തൂങ്ങിയിറങ്ങിയതും ഗോവിന്ദച്ചാമിയുടെ ശരീരത്തിന് പുറകിലെ മസിലുകൾക്കും അസാധാരണ ശക്തി ഉണ്ടായിരുന്നു എന്നും ഹിതേഷ് ശങ്കർ പറയുന്നു. ദേഹപരിശോധന നടത്തിയാൽ ജയിലിൽ ചാട്ടത്തിനായി മതിൽ കയറിയപ്പോഴുണ്ടായ ഉരവുകളും മുറിപ്പാടുകളും കണ്ടുപിടിക്കാനാവുമെന്നും അദ്ദേഹം പറഞ്ഞു. ചോറ് കഴിക്കാതെ ശരീരത്തിന്റെ വണ്ണം കുറച്ചതും വ്യക്തമായ അറിവിന്റെ അടിസ്ഥാനത്തിലായിരിക്കാമെന്നും ഹിതേഷ് ശങ്കർ പറയുന്നുണ്ട്. കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള ചോറ് കുറച്ചാൽ ശരീരഭാരവും വലിപ്പവും കുറയും. ചോറിന് പകരം ചപ്പാത്തിയും അതിനൊപ്പം ഇറച്ചി ഉൾപ്പെടെയുള്ള കറികളും കൂടിയാകുമ്പോൾ ആവശ്യത്തിന് പ്രോട്ടീൻ ലഭിക്കും. ശരീരത്തിനും മസിലുകൾക്കും ഒരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, കൂടുതൽ ശക്തി ആർജിക്കുകയും ചെയ്തിട്ടുണ്ടാവണം. അമിതമായ ലൈംഗിക ആസക്തിയുള്ള ആളായിരുന്നു ഗോവിന്ദച്ചാമി എന്നാണ് ഹിതേഷ് ശങ്കർ പറയുന്നത്. ഇത് വ്യക്തമാക്കാൻ അറസ്റ്റിലായ ഗോവിന്ദച്ചാമിയെ പരിശോധിച്ചപ്പോഴുണ്ടായ അനുഭവവും അദ്ദേഹം വിവരിക്കുന്നുണ്ട്. പോലീസുകാരെ മുഴുവൻ പുറത്താക്കി ലാബ് ജീവനക്കാരുൾപ്പെടെ കുറച്ചു പേർ മാത്രമാണ് അന്ന് പരിശോധനാ മുറിയിൽ ഉണ്ടായിരുന്നത്. പരിശോധനയുടെ ഭാഗമായി വനിതാ ലാബ് ടെക്നീഷ്യൻ രക്തം ശേഖരിക്കുന്നതിനായി അയാളുടെ കയ്യിൽ സ്പർശിച്ചു. ആ ഒരൊറ്റ സ്പർശനം കൊണ്ട് തന്നെ അയാൾക്ക് ഉത്തേജനമുണ്ടായെന്ന് വ്യക്തമായി. സാധാരണ ഒരാൾക്ക് ഇങ്ങനെ ഉണ്ടാവില്ല. പ്രതിക്ക് ഒരു പെൺകുട്ടിയെ ശാരീരികമായി കീഴ്പ്പെടുത്താൻ കഴിവുണ്ട് എന്നതിന്റെ വ്യക്തമായ സൂചനയായി താൻ ഇക്കാര്യം രേഖപ്പെടുത്തി. സംഭവ ദിവസം നടന്ന കാര്യങ്ങളെല്ലാം ഗോവിന്ദച്ചാമി വിശദമായി പറയുകയും ചെയ്തു. ബാഗ് തട്ടിപ്പറിക്കുകയായിരുന്നു ലക്ഷ്യം. ഇതിനായി പിടിവലി നടത്തിയപ്പോൾ പെൺകുട്ടിയുടെ ശരീരത്തിൽ പലയിടത്തും സ്പർശിച്ചു. അതോടെ മോഷണത്തിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളും താൻ രേഖപ്പെടുത്തി. ഇതെല്ലാം പ്രതി ശിക്ഷ ലഭിക്കുന്നതിൽ നിർണായകമായിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് ഇത്തരത്തിലുള്ള ഒരു മനോവൈകൃതമുള്ള ഈ ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന കൊടും ക്രിമിനൽ പുറത്തിറങ്ങിയാൽ സംഭവിക്കാൻ പോകുന്ന ഗുരുതര പ്രത്യാഘാതങ്ങൾ കൂടിയാണ് അദ്ദേഹം ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത്. കാരണം തീർച്ചയായിട്ടും ഇയാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാം മാന്യമായിട്ട് ജീവിക്കുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഇയാൾ ഇതേ വഴി തന്നെ തുടരും. ഇത്രയും വർഷങ്ങളായിട്ടും യാതൊരു തരത്തിലുള്ള കുറ്റബോധമൊന്നും ഇല്ലാതെയാണ് അയാൾ ആ ജയിലിൽ കഴിഞ്ഞിരുന്നത്. മാത്രമല്ല, നമ്മൾ കൃത്യമായിട്ട് കണ്ടതാണ്, ആ പോലീസ് വണ്ടിയിൽ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ മാധ്യമങ്ങൾക്ക് നേരെ, ക്യാമറകൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് അയാൾ അശ്ലീലാംഗ്യം കാണിക്കുന്നത് കണ്ടതാണ്. അതുമാത്രമല്ല, വളരെ വൃത്തികെട്ട രീതിയിലുള്ള കൈകൊണ്ടുള്ള ആക്ഷനും കാര്യങ്ങളാണ് ഇയാൾ കാണിക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് ഇയാൾ പുറത്തിറങ്ങിയാലും ചെയ്യാൻ പോകുന്നത്. ഇവിടെയുള്ള മറ്റു പെൺകുട്ടികളുടെയും അതുപോലെ തന്നെ സ്ത്രീകളുടെയും സുരക്ഷയാണ് ഇത് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഏതായാലും പിടികൂടിയത് വളരെ വേഗത്തിൽ പിടികൂടിയത് നല്ല കാര്യം, അത് വളരെ അനിവാര്യമായിരുന്നു. പക്ഷേ എന്നിരുന്നാലും ഇത്തരത്തിലുള്ള സുരക്ഷാ വീഴ്ച സംഭവിച്ചതിന് ഒരു തരത്തിലും ന്യായീകരിക്കാൻ സാധിക്കില്ല. അത് ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ച തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളെ മറികടക്കാനായിട്ട് നമ്മുടെ ജയിലുകളിൽ അതീവ സുരക്ഷ ഈ പറയുന്ന കൊടും കുറ്റവാളികൾക്ക് ഉണ്ടാക്കേണ്ടതാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഏതായാലും വലിയ രീതിയിലുള്ള വിമർശനമാണ് ആഭ്യന്തര വകുപ്പിനെതിരെയൊക്കെ തന്നെ ഉയർന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിനെയൊക്കെ തന്നെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ശക്തമായിട്ടുള്ള നീക്കങ്ങളും അതുപോലെ തന്നെ സുരക്ഷയും ഇനിയെങ്കിലും നമ്മുടെ ജയിലുകളിൽ ഉണ്ടാകട്ടെ. ഇത് ആർക്ക് വേണ്ടി? ഈ പറയുന്ന ഇനിയുള്ള നമ്മുടെ ഇവിടെ പുറത്ത് ജീവിക്കുന്ന പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഒക്കെ തന്നെ വേണ്ടിയാണ്. മാത്രമല്ല, ആ മരിച്ച പെൺകുട്ടിക്ക് നീതി ഉറപ്പാക്കാൻ കൂടി വേണ്ടിയാണ് ഇവനെ പോലെയുള്ള കൊടും ക്രിമിനലുകൾ ഒരു കാലത്തും പുറത്തിറങ്ങരുത്, അല്ലെങ്കിൽ പുറലോകം ഇനി കാണരുത് എന്ന് ഓരോ ജനവും ആഗ്രഹിക്കുന്നതും അത് അവർ വിളിച്ചു പറയുന്നതും.